ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പ് നാളിലെ മറ്റൊരു ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം സത്യസന്ധത എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 15. കുറിവാക്യം സങ്കീർത്തനം 15:2. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. സത്യവിശ്വാസിയുടെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിശിഷ്ട സ്വഭാവ ഗുണമാണ് സത്യസന്ധത. ജീവിതത്തിൽ വിജയിക്കാനും വളരെയധികം ബഹുമാനം നേടാനും ഒരു വ്യക്തിയെ സഹായിക്കുന്നത് സത്യസന്ധതയാണ്. ഇത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് നമ്മുടെ പ്രവൃത്തികളിൽ ദൃശ്യമാകണം. ദൈവം സത്യസ്വരൂപനാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ സത്യസന്ധനായിരുന്നാൽ അവൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നതാണ്. ബൈബിൾ പറയുന്ന സത്യസന്ധത ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഹൃദയത്തിൽ ഒന്ന് വച്ച് നാവുകൊണ്ട് മറ്റൊന്ന് പറയുന്നത് ബൈബിൾ ശക്തമായി എതിർക്കുന്നു. ഉള്ളും പുറവും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് വേദപുസ്തകപരമായ സത്യസന്ധത. ലോകം ചിലപ്പോൾ പറഞ്ഞേക്കാം സത്യസന്ധനായിരുന്നാൽ ഇക്കാലത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം മറ്റൊന്നാണ്. ഇന്നത്തെ വേദഭാഗത്ത് പരാമർശിക്കുന്നത് പോലെ സത്യസന്ധർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കാനാവൂ. അതായത് ദൈവവുമായുള്ള അടുത്ത ബന്ധം സത്യസന്ധർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആയതിനാൽ ഈ വലിയൊരു അവകാശത്തിനായി സത്യസന്ധരായി ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.